ഒരു ചിന്തകളില്ലാതെ ഇന്ന് ഒരുപാട് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെന്താ അർത്ഥമുള്ളത്? നമ്മളൊക്കെ നമ്മളെ വഴികാട്ടികളായി പോയ ഗുരുക്കന്മാരെ സ്മരിക്കുകയും ഗുരുക്കന്മാർ വഴികൾ കാണിച്ചു തന്നാൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാതെ നമ്മളും വേറൊരു വഴി കണ്ടെത്തി പോകാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഇമിറ്റേറ്റ് ചെയ്ത് ഒരു മിമിക്രി പോലെയാവില്ലേ? ഒരു ആശാൻ എന്താണ് ചെയ്യുന്നത്, ആ ആശാൻ ചെയ്തതുപോലെ എനിക്ക് ചെയ്യണമെന്നല്ല വിചാരിക്കണ്ടേ. ആശാൻ ചെയ്തതിൻ്റെ മാർഗം മനസ്സിലാക്കി നമ്മൾ ആ മാർഗത്തിൽ നിന്നുകൊണ്ട് വേറെ രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഐഡൻറ്റിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്ന കാര്യം. ഏതൊരു കാര്യത്തിലും നമ്മൾ പഠിക്കുന്ന ആൾക്കാർ വ്യക്തിത്വമുള്ളവരായി തീരണമെങ്കിൽ അവരുടെ വ്യക്തിത്വ പ്രകടനം അവിടെ കാഴ്ചവെക്കണം. അതിന് മതിയായ രീതിയിലായിരിക്കണം അവരുടെ പാഠങ്ങൾ. ഗുരുക്കന്മാർ കാണിച്ചു തന്ന വഴി, ഗുരുക്കന്മാരെ പാത പിന്തുടർന്നു, ഗുരുക്കന്മാർ ചെയ്തത് എന്തായിരുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച്. ഇപ്പോൾ ഈ ആശാനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ വൈഭവം എങ്ങനെയാണ് കഥകളിപ്പാട്ട് പാടുന്നത്. ഭീഷണാചാര്യൻ്റെ അടുത്ത് ശിക്ഷപ്പെട്ട് അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന് അന്ന് മുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ വഴി, അദ്ദേഹത്തിൻ്റെ പാടുന്ന ശൈലി, ആളെ തിരിച്ചറിയാതെ ശബ്ദം കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹം. ഈ ആളെ കാണിക്കേണ്ട, അത് കേട്ട ഉണ്ണീഷ കുറുപ്പാശാന്ന് ആ ശബ്ദം കേട്ടാൽ മനസ്സിലാവും. അത്തരത്തിലായി തീരണമെങ്കിൽ അവരവരുടെ സ്വന്തം പ്രയത്നം അത് വലിയ കാര്യമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കുട്ടികളും പഠിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഒരു വഴി ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുക. അത് ഗുരുക്കന്മാർ കാണിച്ചു തന്നു. ഗുരുക്കന്മാരൊക്കെ മനസ്സിൽ സ്മരിച്ച് ധ്യാനിച്ച് നമ്മുടെ വഴി തിരഞ്ഞെടുത്ത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്ന കാര്യം പ്രകടിപ്പിക്കാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അതാണ് ഈ രംഗത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഇത്രയും മഹാനായ ഒരാൾ ഇവിടെ ഒരുപാട് കഥകളിക്കാരെ ആശാൻ്റെ അടുത്തൊക്കെ പഠിച്ച് അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് കാലങ്ങളോളം പാടി ഒരുപാട് ശിഷ്യ സമ്പത്തും ഒരുപാട് കൂട്ടുകാരുമായി സഞ്ചരിച്ചിരുന്ന ഇദ്ദേഹത്തിന് ദർപ്പണയിലും ക്ലാസ് എടുക്കാൻ അവിടെയും പഠിച്ചു, അതുമാതിരി കൽക്കട്ടയിലും പോയി പഠിച്ചു. ഇതൊക്കെ കൂടുതലായിട്ട് ഈ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലേക്ക് പോകാനുള്ള മനസ്സാണ്. ഇത് തന്നെ നന്നായി ചെയ്താൽ മാത്രമേ മേലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടിത്തറ മോശമായി അതിനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽസ് പഠിച്ച് അടിത്തറ ശക്തമാക്കി ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ മേലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അത്തരത്തിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം, ഒരു സംശയമില്ല. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക, അദ്ദേഹത്തെ സ്മരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ ആകണം മറ്റുള്ളവർക്ക്. ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഞാൻ വളരെ ചെറുപ്പം മുതൽ ഈ രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ശ്രമിച്ചതല്ല, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരും മുത്തച്ഛനൊക്കെയാണ് ഇതിൻ്റെ പങ്കാളികൾ. എനിക്കിൽ എന്തുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ്. പിന്നെ അവർ കാണിച്ച വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാത പിന്തുടർന്ന് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നും 10-15 കൊല്ലമായിട്ട് തന്നെ പണി. ഈ സംഗീത രംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്താണ് ഈ വിഷയം, എത്ര രാഗങ്ങളാണുള്ളത്, ആ രാഗങ്ങളുടെ ഓരോരോ വ്യത്യാസങ്ങൾ, ഒരു സ്വരം മാറിയാൽ ആ രാഗം മാറും, ഒരു സ്വരത്തിൻ്റെ ചെറുത് വലുത് മേജർ എന്നൊക്കെ പറയുന്നത് മൈനർ എന്ന് പറയുന്ന മാതിരി ഓരോ സ്കെയില് മാറുമ്പോൾ അത് മാത്രം മാറിയാൽ ആ രാഗം മാറുക എങ്ങനെ മനസ്സിലാവും? ഈ വിഷയം എങ്ങനെ മനസ്സിലാവും? ഇപ്പം ചാരുകേശി രാഗം പാടി കഴിഞ്ഞാൽ ഒരു സ്വരത്തിൻ്റെ വ്യത്യാസത്തിൽ, നിഷാദത്തിൻ്റെ വ്യത്യാസത്തിൽ അത് സരസാംഗിയാണ്. എങ്ങനെ ചാരുകേശി എന്ന് പറഞ്ഞോ, സരസാംഗി എന്ന് പറയില്ല. ആ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ അത്ര ഗഹനമായി നമ്മളിതിനെ പരിശോധിക്കണം, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ എത്ര ശങ്കരാഭരണം പാടി നിസ്സാരമായി ഒരു വ്യത്യാസം വന്നു കല്യാണി. ആ കല്യാണിയാകുമ്പോൾ അതിൻ്റെ കള മാറി, അതിൻ്റെ സ്വരസ്ഥാനം മാറുമ്പോൾ ആ ഒരു ആരാധന വിഷയത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതാണ് ജ്ഞാനം. അത്ര ജ്ഞാനമുള്ളവർക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ജ്ഞാനസ്ഥന്മാരുടെ അവസ്ഥ. നമ്മളത് ശ്രമിച്ച് ഒന്നും മനസ്സിലാവാണ്ടായിരുന്നു. കാരണം ആ കൺഫ്യൂഷനായി. അത്ര വലിയ ശാസ്ത്രമാണ്. ഇപ്പോൾ എത്രായിരം പാട്ടുണ്ടാക്കിയാലും
ജനങ്ങൾ മുഴുവൻ എന്നെ കൽപ്പാന്തകാലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അത് പറയാതിരിക്കാൻ നോക്കില്ല. കൽപ്പാന്തകാലത്തോടൊരു പാട്ടുണ്ടാക്കിയത് ഞാനാണ്, അത് സത്യമാണ്. അത് 48 കൊല്ലം. ആ പാട്ട് പറയാൻ പിന്നെ എത്രായിരം പാട്ടുണ്ടാക്കിയാൽ അതൊന്നും എല്ലാ ആൾക്കാർക്ക് താല്പര്യം. കൽപ്പാന്തകാലം ഇതേ പോണു കൽപ്പാന്തകാലം എന്നുപോലെ എന്നെ കണ്ടാൽ പേരായിട്ട് പറയണവരുണ്ട്. എൻ്റെ പേര് ഒരു പക്ഷം ഓർമ്മയില്ല. അപ്പോൾ അവർ ഭാര്യ ഭർത്താവ് സിനിമയ്ക്ക് പോയിട്ട് വരുമ്പോൾ കാണുമ്പോൾ ചേട്ടാ കൽപ്പാന്തകാലം ഇതേ കണ്ട എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. കൽപ്പാന്തകാലത്ത് എന്നെ വിളിക്കുക. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ അർത്ഥം പറയുക, ഒരു പാട്ട് ചെയ്താൽ അത് ജനങ്ങൾക്ക് താല്പര്യമായെങ്കിൽ അങ്ങനെ എത്ര പാട്ടുകൾ ഉണ്ടാക്കണം. നമുക്ക് അതല്ലേ ഒരു ജോലി. നമ്മൾ ചെയ്യുന്നത് പാട്ട് പാടാൻ ആഗ്രഹിച്ചു പോയി അനവധി വർഷങ്ങളോളം പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചു, പഠിച്ചു. പിന്നെ ജീവിതത്തിൽ ജന്മസിദ്ധമായിട്ട് ഉണ്ടാകുന്നത് തെളിഞ്ഞു നിൽക്കുള്ളൂ. ഈ ജന്മസിദ്ധമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്നത് മാത്രമാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പഠിച്ച് മനസ്സിലായതിന് അളവുണ്ട്. പഠിക്കണമെങ്കിൽ അതിനുള്ള വിവരം നമ്മളിൽ ഉണ്ടാകണം. അതാണ് ജ്ഞാനം, ജന്മസിദ്ധമായി നമുക്കുണ്ടാകുന്ന സിദ്ധി. അതുള്ളവർക്കാണ് ഇത് കഴിയുക. അപ്പം അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നത്. ഇത് അങ്ങനെ ഒരു വിഷയമല്ല ദൈവമേ, എന്തതിൻ്റെ സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് മുതൽ നമ്മൾ കാണുകയും കേൾക്കുകയും എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. കൽപ്പാന്തകാലത്തിന് ശേഷം ഒരുപാട് പാട്ട്, അപ്പോഴും ഞാൻ പാട്ട് പാടുന്ന ആളാണ്. ഞാൻ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന പാട്ട് ഞാൻ തന്നെ പാടുക. ഞാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ട് പാടിച്ചു, ഒരുപാട് പാട്ട് എഴുതുന്നവരായിട്ട് സഹകരിച്ചു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റേതായിട്ടുള്ള രീതിയിൽ നിർത്തുന്നതാണെന്നാണ് എനിക്കുണ്ടായതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. അതുണ്ടായത് നമ്മൾ പരിശോധിച്ച് ആ വഴി പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പം ജനങ്ങൾ ആ പാട്ട് പാടുമ്പോൾ ഞാൻ പാടുന്ന മാതിരിയല്ല മറ്റൊരു പാടുന്നത്. അത് ട്യൂൺ മാത്രമേ പാടുള്ളൂ. ഈ പാട്ട് പാടുക എന്നുള്ളത് ഒരു ട്യൂണ് പാടലല്ല. ട്യൂണ് പഠിച്ച് പാടുന്നതല്ല ഒരു പാട്ട്. ഈ പാട്ടിൽ അടയിരിക്കുന്ന ആശയം എന്താണ്, വരികൾ പറയുന്നത്, വരികളുടെ സെൻസ്, വരികളിൽ ഉദ്ദേശിക്കുന്ന ആശയം വ്യക്തമായി മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ആലാപനം നടത്തണമെങ്കിൽ ആ മെലഡി അത്ര ശുദ്ധമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അത് വേറൊരു ട്യൂണെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എക്സാമ്പിൾ പറയാം, ദേവരായ മാഷ് ലാസ്റ്റ് പാട്ടാണ് വയനായിട്ട്. അതിന് നമ്മൾ വേറൊരു ട്യൂണും ചിന്തിച്ചു ഒരിക്കലും ചെയ്തിട്ടില്ല. അതേമാതിരി തന്നെ എത്ര എക്സാമ്പിൾ സ്വാമിയുടെ ചില പാട്ടുകളുണ്ട്. സ്വാമിയുടെ പാട്ടൊക്കെ ഗംഭീരമായ കൃതികളാണ്. കർണാടക സംഗീതത്തിൻ്റെ കൃത്യമായ രീതിയിലാണ് ദക്ഷിണസ്വാമി ഉണ്ടാക്കുന്ന പാട്ടുകൾ. നേരെ മറിച്ച് ദേവരാജ മാഷ് ഉണ്ടാക്കുന്ന പാട്ടുകൾ സിനിമയുടെ കളറും സിനിമയ്ക്ക് വേണ്ടുന്ന പൊതുജനത്തിന് താല്പര്യമായ സംഗീതാവിഷ്കരണം, ലളിതഗാന ശാഖയ്ക്ക് സിനിമാ സംഗീതം ഇങ്ങനൊരു ചട്ടക്കൂടുണ്ടാക്കി അങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ളൊരു ഓർഡർ നമുക്കുണ്ടാക്കിയെന്ന് അദ്ദേഹം ഒരു സംശയമില്ല. എത്ര പാട്ടുകൾ വയനാടിൻ്റെ ദേവരായ മാഷ് അത് കേട്ടാൽ അപ്പോൾ മനസ്സിലാവും. അതേമാതിരി സ്വാമിയുടെ പാട്ട് കേട്ടാൽ മനസ്സിലാവും, ബാബുരാജിൻ്റെ പാട്ട് കേട്ടാൽ മനസ്സിലാവും, MS വിശ്വനാഥൻ്റെ പാട്ട് കേട്ടാൽ മനസ്സിലാവും, ദക്ഷിണസ്വാമിയുടെ രാഘവ മാഷ പാട്ട് കേട്ടാൽ മനസ്സിലാവും, അർജുന മാഷ പാട്ട് കേട്ടാൽ മനസ്സിലാവും. ആ കാലഘട്ടത്തിൽ നിന്ന് പിന്നെ ആദ്യം വന്നാണ് ഞാൻ. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടേ. ഇവരൊക്കെ അങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു 3-4 പാട്ടുണ്ടാക്കുന്നത് പറഞ്ഞിട്ട് അത് ഞാൻ പാടുന്ന വിശേഷമൊന്നും പാടി കേട്ടോണ്ടാണ് എന്നെ സമീപിച്ചു. ഞാനത് ചെയ്യാൻ പോയി. അപ്പം ഇവരൊക്കെ അങ്ങനെ പാഠവൃക്ഷങ്ങൾ നിൽക്കുക. അന്ന് ചെന്ന് ചെയ്തപ്പോഴാണ് ആദ്യമായ പാട്ട് ഈ കൽപ്പാന്തകാലത്തോളം ചെയ്യാൻ പറ്റിയത്. രണ്ടാമത്തെ പാട്ട് വീണ പാണിനി ചാലിയേശ്വരാജ പാട്ട്. മൂന്നാമത്തെ പാട്ട് മണിനാഗത്തന്മാരെന്ന് പറയുന്ന ഒരു നാഗ പുള്ളൂർ പാട്ട്. നാലാമത് നമ്മുടെ സീവാൻ്റെ കൊണ്ടൊരു മാപ്പിളപ്പാട്ട്. അങ്ങനെ 4 ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ടാക്കി. അപ്പോൾ അത് ജനങ്ങൾക്ക് സ്വീകാര്യമായി. പിന്നെ അതിന് ശേഷം ഈ പടം ഇറങ്ങുമ്പോൾ 6 കൊല്ലം കഴിഞ്ഞു പാട്ടിറങ്ങി സൂപ്പർ ഹിറ്റായി തന്നെ സ്വീകരിച്ചിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയത്. അപ്പോൾ അത് കാണുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ 84 കാണും. ഈ കിട്ടുന്ന ആൾക്കാർ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ എന്താണ് കാര്യം സത്യം നമുക്ക് അവർക്ക് ലഭിച്ചാലേ അതിൽ
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് നോക്കിയപ്പോൾ 84 വയ്ക്കേണ്ടി വന്നു. സിനിമ ഇറങ്ങിയത് 84, 78 റെക്കോർഡ് ചെയ്തത്. അത് സൂപ്പർ ഹിറ്റായപ്പോഴാണ് നഷ്ടസ്വർഗ്ഗങ്ങളെ നിന്ന് തമ്പി സാറിന് അതും ജനം സ്വീകരിച്ചു. അതിനുശേഷമാണ് ONV സാറായിട്ടും ചേർന്ന ആഗമനമുണ്ടാകുന്നത്. അതിൽ നന്ദിയാരോട്ടത്തിന് പോകുന്നുണ്ട്, നടുമലർ വിളക്കലിൽ ചാന്നുകൊണ്ട് അണയിക്കുവാൻ തന്നെ അലങ്കരിക്കൽ അരികിൽ ഞാൻ വന്നു നിന്നു. എന്നാൽ ഒരു മാത്ര വൈകിപ്പോയി. അങ്ങനെ ഒരു യേശുദാസ് പാട്ട്, ജാനകിയമ്മയുടെ പാട്ട്, അതിലും ജയചന്ദ്രൻ്റെ പാട്ടുണ്ട്. അങ്ങനെ 3-4 പാട്ട് അതിലും വന്നു. പിന്നീട് അതേ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാസ്കരൻ മാഷായിട്ട് ചേരുന്നത്. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കുക, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കുക, ആശതൻ തേരും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കുക. അങ്ങനെ ഒരു പാട്ട് സുപ്രസിദ്ധമായ പി ഭാസ്കരൻ്റെ തോരിയിൽ നിന്ന് വന്നു. എനിക്ക് എൻ്റെ പേരിൽ നിലനിൽക്കുന്നു. ആ സിനിമ പോലും ഷൂട്ട് ചെയ്തിട്ടില്ല. സിനിമയുടെ കഥ ആദ്യമായിട്ടുള്ളത് AK ലോഹിദാസ്. AK ലോഹിദാസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റുകൾ മാത്രം ഉണ്ടാക്കിയ നമ്മുടെ അഭിമാനമായ ആളാണ്. അദ്ദേഹത്തിന് ജീവിച്ചിരിപ്പില്ല, നമ്മളോടൊപ്പില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റായിരുന്നു ഈ കാണാൻ കൊതിച്ച് എന്ന പേരിൽ ഈ ഒരു പാട്ട് ചെയ്തത്. അങ്ങനെ വരുന്നു. പിന്നെ കഴിഞ്ഞ അക്ഷരങ്ങൾ, പാദമുദ്ര, ഇതിലൊക്കെ ഉണ്ടാക്കുന്നത് കർണാടക സംഗീതത്തിൻ്റെ രാഗാസനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു രാഗത്തെ ബേസ് ചെയ്തൊരു പാട്ടിലിറങ്ങുമ്പോൾ ആ രാഗത്തിൽ നിന്ന് ലളിതഗാനത്തിലൊക്കെ എന്ത് തരത്തിൽ വേണമെങ്കിലും ചില സ്വരങ്ങൾ വ്യത്യാസപ്പെട്ടു, രാഗം അതല്ലാണ്ട് വരാം. ആ സ്വരം അതിലില്ലല്ലോ. ഇത് ഈ പരിശോധിക്കുന്ന ആൾക്കാരുടെ സ്വഭാവമാണ്. ഒരു സ്വരം ഒരു നോട്ട് പറയുമ്പോൾ അത് ശരിയായില്ല അങ്ങനെ പറയാനതിൽ അർത്ഥമില്ല. അത് ക്ലാസിക്കൽ മ്യൂസിക് തന്നെ പാടുകയാണെങ്കിൽ കൃതിയോ സംഗീതം നമ്മൾ ഒരു കീർത്തനമോ പാടുകയോ ഒക്കെ. ലൈവ് മ്യൂസിക്കിനൊന്നും സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ പാട്ടെടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് മാറ്റി ചിലപ്പോൾ ഇപ്പം ഈ അടുത്തൊരു പടത്തിൻ്റെ പാട്ടുണ്ടാക്കിയപ്പോൾ അടാട വന്നു. അടാടയിൽ തുടങ്ങി ഏകദേശം പല്ലവി അനുപല്ലവിന് ഭാഗം കിട്ടി ദർബാറായി. അപ്പോൾ അടാടും ദർബാറും കൂടി ചേർന്നാൽ നെറ്റ് ചുരുക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം ആ ഒരു കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് കേട്ടാൽ അത് നല്ല സന്തോഷമാണ്. അപ്പം അത് വർഷം പാടി നന്നായിട്ട് അവസാനമായിട്ട് പാടി ജനങ്ങൾക്ക് നല്ല താല്പര്യമുണ്ടോ കേട്ടാൽ. അപ്പം ഇതിങ്ങനെ കർണാടക സംഗീതത്തെ പഠിക്കുമ്പോൾ ദക്ഷിണസ്വാമി ആകുമ്പോൾ സൂപ്പറായിട്ട് രാഗത്തിൽ നിലനിർത്തി ഗംഭീരമായിട്ടിരിക്കും. ദേവരായ മാഷ മറ്റേ രീതിയിൽ സ്വാമികൾ കൂടുതൽ രാഗങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ദേവരായ മാഷ, രാഘവ മാഷ. അദ്ദേഹത്തിൻ്റെതായ സ്ഥിതിയാണല്ലോ. ഈ ലളിതഗാനത്തിൻ്റെ ഈ സിനിമാ പാട്ടുകൾക്ക് കർണാടക സംഗീതത്തിൻ്റെ രാഗം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കർണാടക സംഗീതം കച്ചേരി നടത്തുന്ന ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടാൽ ഇത്രയും ഫോക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട നീലക്കുയിലെ പാട്ടൊക്കെ കേട്ടാൽ 8 പാട്ടും ഹിറ്റാണ്. അല്ല, ആളുടെ രീതി വേറെ. അത് ലളിതഗാനവും ഫോക്കുലറും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മലയാള സംസ്കാരത്തിലുള്ള പാട്ടുകളാണ് ഉണ്ടാക്കി നോക്കുക. ഒരു പാട്ട് പരിശോധിച്ചാലും പാട്ട് വേറെ തരാം. അപ്പം ഇതൊക്കെ ഗുരുദാസന്മാർ നിൽക്കുമ്പോൾ നമുക്ക് അവരൊക്കെ ധ്യാനിക്കാനും മനസ്സിൽ ഏത് സമയത്തും ഓർത്തുകൊണ്ട് ആ വഴി മനസ്സിലാക്കിയിട്ട് നമുക്ക് വേറൊരു വഴി അവരുണ്ടാക്കിയതുപോലെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നിലനിൽക്കും, ജനങ്ങൾക്ക് താല്പര്യമാകും എന്നുള്ളതിന് കൃത്യമായിട്ട് തെളിവാണ് ഞാനെന്ന് പറയുന്നത്. എൻ്റെ രീതി വന്നു. ഇപ്പം ഫോക്ക് എന്ന് പറയുമ്പോൾ ഈ ഇദ്ദേഹം ഉണ്ടാക്കിയപ്പോൾ ആ ഫോക്ക് കൊണ്ടാണ് എനിക്ക് പുള്ളൂർ പാട്ട് ഉണ്ടാക്കാൻ പറ്റി. രണ്ടാമത്തെ പുള്ളൂർ പാട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അതൊരു അനുഗ്രഹമല്ലേ. നിർമ്മാല്യത്തിൽ ഒരു പുള്ളൂർ പാട്ടുണ്ടാക്കി രാഘമാഷ് ബ്രഹ്മാണ്ടം പാടി. അത് ശേഷം മുലകഴി എഴുതിയിട്ട് ഞാനുണ്ടാക്കിയ ഒരു പുള്ളൂർ പാട്ട്, അത് മഹാനായ ദാസേട്ടൻ പാടി. ആയിരക്കണക്കിന് പാട്ടുകൾ പാടിയ മഹാനായ ദാസേട്ടൻ കൊടുത്ത് പാട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ലൈവായിട്ട് വരണം. ഈ നാടോടി നാട്ടിൻപുറങ്ങളിലൊക്കെ നടന്ന് പാടുന്ന പുള്ളവന്മാർക്കും പുള്ളത്തികൾക്കൊക്കെ കർണാടക സംഗീതമോ ഈ അക്ഷരത്തിൻ്റെ ശുദ്ധിയോ എവിടെ മുറിച്ചാൽ അപകടം, ഇവിടെ മുറിക്കണം അവിടെ മുറിക്കാൻ പാടില്ല എന്ന് നമുക്കറിയില്ല. അവരിങ്ങനെ പാടുക സംഗീതജ്ഞന്മാരെന്നല്ല, അവരവരെ കുലത്തൊഴിലുമാർ പാടണം. അപ്പോൾ ആ പാട്ട് എങ്ങനെ വേണം എന്ന് ഇതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ അമ്പിളി എന്നോട് പറഞ്ഞപ്പോൾ
അതുകൊണ്ടാണ് മാഷ് നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് പാട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ദാസേട്ടനോട് പാടുമ്പോൾ അങ്ങനെ വരരുത്. അപ്പോൾ അവർ കുറേ ആവശ്യമില്ലാണ്ട് ശബ്ദത്തിൽ നാശനൊക്കെ വന്ന് ഒരുപാട് വികലമായിട്ട് തോന്നുമെങ്കിലും ഒരു സുഖം ഉണ്ടാവാനും അവരുടെ രീതി അങ്ങനെ ഒരു സാധനം വേണ്ടതുള്ളൂ. അപ്പോൾ തന്നെ ഞാനത് ദാസേട്ടനോട് ഇപ്പം എൻ്റെ ശബ്ദം ഒന്ന് ബന്ധപ്പെടുത്തി ഒന്ന് മാറ്റി നമുക്ക് ഇതിലേക്കൊന്ന് ചേരണമെന്ന് പറയുമ്പോൾ ആളപ്പം ചൂടായി. അപ്പം എൻ്റെ ശബ്ദം തർക്കമില്ലെന്ന് ആളുകളുണ്ട്, തർക്കം പറ്റണോ എന്തൊക്കെ ചോദിച്ചു വൈഷമേ അല്ലാതല്ല പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്. ഉള്ളമാർ വീട് വിടാതെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ റിസർച്ച് ചെയ്ത ഒരാൾ കേൾക്കാതിരിക്കുകയാണ്. അപ്പോൾ അവർ പാടുമ്പോൾ ഭാര്യ ഭർത്താവും വീടിയും മുടക്കെടുത്ത് ചുപ്പത് പാടുമ്പോൾ അവരവരുടെ രീതിയിൽ പാടും. അപ്പം അങ്ങനെ വേണമെങ്കിൽ ശുദ്ധമായ ശബ്ദത്തിൽ നല്ല സുഖത്തിൽ പാടിയിട്ട് കാര്യമില്ല. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് ഉത്തരപ്പുറം കൂടി എന്നിട്ട് തലകളിൽ ചവിട്ടാളം പിടിച്ചിട്ട് അങ്ങനെ നേരെ തറയിൽ ഇരുന്നിട്ട് സുഖമായിട്ട് പാടി പഠിച്ച് പാടുക. ആ പാട്ട് കേൾക്കുമ്പോൾ നിൽക്കുമ്പോൾ ദിവസം യേശുദാസ പാടുന്ന ഒട്ടാണെന്ന് അറിയില്ല. ശിവനും പണിയും തുണയണയണമെന്ന് സംഗത ചൊല്ലുക. കലിമാസത്തിലെ ആയില്ലമാണി പലചാടിയാം കതൂപറ്റുണ്ടായ ശ്രേഷ്ഠാനന്ദനും വസുഗീതക്ഷ കമോട തൊട്ടുണ്ടാകുന്നു എന്നാണ് ജെൻസിയുടെ ഫീമെയിൽ പഠിക്കും. ഇതൊരാൾക്ക് കേട്ടാറില്ല. അജനപതിയാൽ ഗണപതിയും ശിവനും വാണീദേവിയും തുണയണമെന്ന് സൽക്കഥ ചൊല്ലും. അങ്ങനെ പാടാം, എന്താ കുഴപ്പം. പക്ഷെ അങ്ങനെ അവർ ഈ മുള്ളമാരെ ലൈവായിട്ട് പാടുന്നതാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പാട്ട് ദാസേട്ടനോട് പാടിച്ചത്. അദ്ദേഹം അതിമനോഹരമായിട്ട് പാടി യോജിച്ച് എനിക്ക് പാടുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ഓരോരോ നിമിഷങ്ങളാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ വ്യത്യസ്തന്മാരാകാൻ കഴിയുക, നമ്മൾ വ്യത്യസ്തത പുലർത്താൻ കഴിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ടുനടക്കാൻ കഴിയണം. അപ്പം അങ്ങനെ ഒരു രീതിയിലുണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ ആശാൻ. അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പകരം വയ്ക്കാൻ പറ്റുന്ന പാട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസക്തി ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു, അദ്ദേഹത്തിന് അനുസ്മരണം വയ്ക്കുന്നു. ഇനി 9-ാം തീയതി ഞാനവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വളരെ കാരുണ്യമുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ തന്നെ ചെയ്യണം. സാറ് പറഞ്ഞത് അനുസരിച്ച് അനുസ്മരണം നടത്തുന്നതുകൊണ്ട് ഈ കുട്ടികൾക്ക് വരുന്ന തലമുറയ്ക്കൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ വളരെ നല്ലതാണ്. അവർക്കൊന്നും ഓർമ്മയില്ലാവില്ല. അവരുടെ ഓർമ്മയിലേക്ക് ഇത് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരൊക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ള കാര്യമാണ് ഈ അനുസ്മരണങ്ങൾ. അപ്പോൾ അനുസ്മരണങ്ങൾ ഒരിക്കലും കൂടി പോയില്ലെങ്കിലും കുറയ്ക്കാൻ നോക്കണ്ട, നടന്നോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പൊതുവേ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ പാട്ട് നേരത്തെ പറഞ്ഞില്ലേ, ഒരു പാട്ട് പാടുക എന്നുള്ളത് അതിന് ട്യൂൺ പാടുന്നതല്ല, അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കുക. എന്താണ് സാഹിത്യം പാടുന്നത്, സാഹിത്യത്തിൻ്റെ അർത്ഥം, സാഹിത്യത്തിൻ്റെ ഫീല് എന്താണ്, അതിൻ്റെ ഭാവം, അത് പുറത്തേക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാരത് അല്ലേ എന്ന് പറയുള്ളൂ. വെറുതെ പാട്ട് പാടിയിട്ട് എന്താ കാര്യം? പാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം, അത് മനസ്സിലാക്കി വേണം പാടാം. അത് ആണായാലും പെണ്ണായാലും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഫീലിംഗ് ഇല്ലാണ്ട് നമുക്ക് ഒരു പാട്ടിൻ്റെ ഭാവമില്ലാത്തൊരു പാട്ട് കേട്ടാൽ ഒരിക്കലും സുഖിക്കില്ല. സംഗീതത്തിന് ഭാവത്തിലേക്ക് എന്തിനാണുള്ളൂ. അപ്പോൾ ഭാവം വേണ്ടിടത്ത് വേണം, അത് ശബ്ദ സുഖം വേണം, അത് കേൾക്കാൻ കൊള്ളാവുന്ന ശബ്ദമായി നന്ന് ഇത്ര ഗുരുനാഥനോട് പറഞ്ഞത്. എടാ ശബ്ദം പ്രധാനമല്ല, ശബ്ദം സെക്കൻഡറിയാണ്. എന്താണെന്നോ, എന്താണ് പാട്ട്, എങ്ങനെ പാടേണ്ടത്, എന്ത് തരത്തിലാണ് പാട്ട് മെലഡി പറയുന്നത് എന്നുള്ള ബോധമാണ് നമ്മളെ നയിക്കേണ്ടത്. അങ്ങനെ പാടാൻ ശ്രമിക്കുക. അപ്പം നീ നന്നായിട്ട് ആ പാട്ട് പാടിയാൽ നിൻ്റെ ശബ്ദം മോശമായി. എന്താ കുട്ടിയുടെ ശബ്ദം തന്നെ പറയില്ല, ആഹാന്ന് പറഞ്ഞത് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് മിണ്ടില്ല. ശബ്ദം കേൾക്കാൻ കൊള്ളാവുന്നൊരു ശബ്ദം ഉണ്ടായാൽ നന്ന്, അതാണ് ശരി. കണ്ണു കണ്ട് കാത്തിട്ടുണ്ട് ഞാൻ പാടുന്നല്ലേ,
ആലോചിച്ചപ്പോൾ എനിക്ക് എൻ്റെ ശബ്ദം ഒരു സുഖമുള്ള ശബ്ദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ശബ്ദം അത് കേൾക്കാനും സുഖമാണ്. പക്ഷേ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ നല്ല രസമായിട്ടപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ വരുന്ന സിനിമയിൽ പാട്ടുകാരനായിട്ട് ഇത്രയും കാലമായിട്ട് നിന്നിട്ട് ഇപ്പോൾ 2023 ഇപ്പോഴത്തെ അവാർഡ് ഏറ്റവും നല്ല പാട്ടുകാരന് എനിക്ക് സംസ്ഥാനം പിന്നെ അവാർഡ് തരിക. യുവ ഗായകൻ, ചലച്ചിത്ര പിന്നണി ഗായകൻ, 79 വയസ്സായി. അപ്പോൾ യുവ ഗായകനായിട്ട് ഇപ്പോൾ തന്നിട്ടുണ്ട്. അത് തന്നപ്പോൾ അവർക്ക് തന്നെ വിഷമമായി മിനിസ്റ്റേഴ്സിനെ. ഇത്ര കാലമായിട്ട് ആൾക്ക് അവാർഡ് കൊടുത്തില്ലേ? നമ്മുടെ ഗവൺമെൻറ് ഒന്നുമില്ല. ഇതുള്ളൂ ഇപ്പോഴാണ് കൊടുത്തത്. ആദ്യത്തെ അത് ഭയങ്കര നമുക്ക് സുഖം മറ്റൊന്നുകൂടെ അത് കൊടുത്തത്. ഇപ്പോഴും അവാർഡ് അറിയില്ലേ? യുവ എന്താ എന്തൊരു അവാർഡ് മലപ്പുറത്ത് വെച്ച് തന്നു. അപ്പോൾ ഈ ഒരുപാട് കാലങ്ങളോളം ഈ രംഗത്ത് നടന്നപ്പോൾ നമ്മുടെ എല്ലാ സംഭാവനകളും പരിഗണിച്ചുകൊണ്ടുള്ളൊരു അവാർഡ് യുവസേവനം, യുവജന വയോസേവന അവാർഡ്. അത് മേടിച്ചിക്ക് ഇരിക്കുകയുള്ളൂ. മലപ്പുറത്ത് ടൗണിൽ ചേർന്നു. അത് ഗവൺമെൻറ് അവാർഡാണ്. ഈ വയോജനം എന്ന് പറയുമ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർക്കുള്ള അത് വലിയ ശക്തിയില്ല ആൾക്കാർക്ക്. മറ്റത് വലിയ ഗംഭീര സിനിമ പാട്ടുകാരൻ. ഞാൻ ഇത് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അന്വേഷിക്കാത്ത, ചിന്തിക്കാത്ത, കിട്ടിയില്ലാതെ ദുഃഖമുള്ള ആളല്ല. എനിക്ക് പോലും എന്താണെന്ന് മനസ്സിലായില്ല അന്വേഷിച്ചപ്പോഴേ. ഏത് പണം, ഏത് അവാർഡൊക്കെ ചോദിച്ചത് എനിക്കറിയില്ല. ജനം 1947 പ്രണയം തുടർന്നു. എന്താ സംഭവം? അത് സിനിമയുടെ പേരാണ്. അത് ശരി, അതിലത്തെ പാട്ടാ, അതിനാ അവാർഡ്. അയ്യോ എനിക്ക് അറിയില്ലല്ലോ. ഈ പാട്ട് സാധനം പാടില്ലേ? ഇത് ഞാൻ പാടിയതാ, ഞാൻ ഇതിനാ പാടും എന്ന് പറഞ്ഞാണ് ഞാനറിയുന്നത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അപ്പം ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളായതുകൊണ്ട്, നമ്മൾ ഇത് കഴിഞ്ഞ് വേറെ ജോലികൾ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടും ഒന്നും ഒരു സ്ഥലത്തിരുന്ന് ഒഴിഞ്ഞ ചെയ്യല്ല. അനവധി വർക്കുകൾ അതിന് ഇത് 2 കൊല്ലത്തിന് മുമ്പ് പാടി. അതിന് 10-14 പാട്ട് വേറെ ചില ആൾക്കാരെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ വിഷുവാൻ്റെ പടം കളിച്ചിട്ട് ആ മേജർ കഥയൊക്കെ ഉള്ളൂ. അതിലും പാട്ടുണ്ട്. അതും ഞാൻ പാടിയതാ. ഇപ്പം കേട്ടു. ഞാനിപ്പോൾ എനിക്ക് അയച്ചത് ഏതോ പാട്ട് നോക്കുമ്പോൾ അയച്ചത് അത് അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഞാൻ പാടിയതാണ്. അങ്ങനെ പല ആൾക്കാരും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതറിയില്ല, നമ്മളതിൻ്റെ പുറകിൽ നടക്കലല്ലോ. അതുകൊണ്ടാണ് അറിയാത്തത്. അത് അവഗണിക്കുന്നതോ പുച്ഛിച്ചിട്ടല്ല, സത്യം അതായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ രംഗം എന്ന് പറയാം. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം അതിമനോഹരമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കാനും നിങ്ങളോടൊക്കെ എന്തെങ്കിലുമൊക്കെ 2 വാക്ക് സംസാരിക്കാനൊക്കെ പറ്റിയതിൽ അദ്ദേഹം സന്തോഷമുണ്ട്. കൂടുതലായിട്ട് സംഗീതത്തെക്കുറിച്ച് ഇനിയിപ്പൊന്നും പറയണമെന്നില്ല. പാട്ടുകൾ ഓരോന്ന് പാടുമ്പോൾ ആ പാട്ടിൻ്റെ പല്ലവി പാടി അനുപല്ലവി പാടുമ്പോൾ എങ്ങനെ പാടണം, എങ്ങനെയാണ് പാടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിയാത്തവർക്ക് അത് നല്ലോണം പരിശോധിച്ച് പാടാൻ ശ്രമിക്കുക. അതാണ് നമ്മളുടെ ഒരു അഭിപ്രായം. ഞാനൊക്കെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു, പാടുന്നു, പാട്ടുകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ശരിയാണ്. ജീവിതത്തിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഇപ്പോഴും ഇന്നും ഇന്നലെയും നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും ഇതേമാതിരിയുള്ള ഇപ്പം വിദ്യാരംഭ സമയമല്ലേ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ ആവശ്യമനുസരിച്ച് പോയി ഇതൊക്കെ ചെയ്യുന്നു. പാട്ട് പാടാൻ പറ്റുന്നവർക്ക് പാട്ട് പാടുന്നു. ഈ കാര്യങ്ങൾ കുറച്ച് വളരെ മനസ്സിലാക്കി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് മഹാനവമികൾ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമയത്ത് ഇനി കൂടുതലായിട്ട് അദ്ദേഹത്തെ കുറിച്ചൊന്നും ഞാൻ പറയണില്ല. ഇവിടെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതൽ വിശേഷമില്ല. നല്ല മനുഷ്യസ്നേഹമായിരുന്നു. സംഗീതജ്ഞന്മാർക്ക് ഒരുപാട് ആരാധനയായിരുന്നു ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് പിന്തുടരാൻ കുറേ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആളെ ശബ്ദം കേട്ട മാത്രമല്ല ആളെ തിരിച്ചറിയുന്ന ഒരു വിദ്വാനായിരുന്നു അദ്ദേഹം. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കക്ഷികൾ കൂടി നേടുന്നു. പാട്ടുകാരായിട്ടും ഈ കഥകളി സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പാട്ട്. ഇപ്പോൾ ഹൈദരാലി ഇപ്പം ഞാനൊക്കെ ഒരു 50-60 സ്റ്റേജിലെങ്കിലും ഒന്നിച്ചു കൂടിയിട്ടാണ്. ഇവരൊക്കെ പാട്ട് ഓരോരുത്തർക്കും ഓരോരോ പാടും, ഓരോരോ സ്റ്റൈലുണ്ട്. ആ സ്റ്റൈല് ഏത് കാലത്തും എപ്പോഴും നിലനിൽക്കുന്ന രീതിയിലായാൽ അവരൊക്കെ ഈ പറഞ്ഞമായി സ്മരിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പുതിയ തലമുറയുടെ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടതും നമ്മുടെ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ
അതായിരിക്കും നിലനിൽക്കുക. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഈ പൊതുസമ്മേളനം ഔപചാരികമായിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തോട് യോജിച്ച് നിങ്ങളുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.